ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നമ്മൾ സംശയിക്കുമ്പോ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വീണ്ടും പോണോ? ഞാൻ അവളെ പേടിക്കണമെന്നാണോ നീ പറയുന്നേ? അതല്ല ചേച്ചി, അവിടെ ചെന്ന് അവളെ കാണേണ്ട എന്താവശ്യ ചേച്ചിക്കുള്ളത്? താരം തുടങ്ങിയൊക്കെ സംസാരിക്കുന്നേ, അവര് കാണാൻ പോകുന്ന അമ്മയല്ലേ? മഞ്ജു, അമ്മയ്ക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷവും. അമ്മയെ പെട്ടെന്ന് ഭേദമാകാൻ സഹായിക്കും. എടോ, ഒരു ഡോക്ടർ നിലയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്യില്ലേ വേണ്ടത്? അവിടെ അമ്മ മാത്രല്ലല്ലോ, ഗിരിയേട്ടനും ഉണ്ടാവില്ലേ? ആ ചതിയനെ കാണേണ്ട ഗതികേട് ചേച്ചിക്കുണ്ടോ? മഹിമേ, എന്താ കൂട്ടുകാരനെ പറഞ്ഞപ്പോ ദേഷ്യം വന്നോ? ചതിയനെ ചതിയാന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചേച്ചി, അയാളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചോന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? മോളെ, ഞാൻ ഗിരിയേട്ടനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഗിരിയേട്ടന് അമ്മുവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. GK പോലുള്ളവർ പ്രതീക്ഷയുടെ ജീവിതത്തിൽ ഗിരിയേട്ടനേക്കാളും വലിയ സ്ഥാനം നേടുന്നത് എനിക്കിഷ്ടമല്ല. ചേച്ചി എന്തിനു വേണ്ടിയാ ഗിരിയേട്ടനെ ന്യായീകരിക്കുന്നത്? GK അമ്മു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാൾ അമ്മുവിന് കൊടുക്കുന്ന ശ്രദ്ധയാ, സ്നേഹമാ. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഗിരിയേട്ടൻ എന്താ അമ്മുവിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഗിരിയേട്ടന്റെ അടുത്തുനിന്ന് ദൂരെ പോകാനുള്ള തീരുമാനം എടുത്തത് ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ അങ്ങനെ ചെയ്തപ്പോ ഗിരിയേട്ടന് നഷ്ടപ്പെട്ടത് ഭാര്യ മാത്രമല്ല, മകളെയുവാ. ഒരച്ഛനെന്ന നിലയ്ക്ക് ഗിരിയേട്ടനുള്ള അവകാശമാ ഞാൻ നിഷേധിച്ചത്. അമ്മു ഗിരിയേട്ടനോട് എന്തെങ്കിലും അകൽച്ചയോ ദേഷ്യമോ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനും ഒരു തരത്തിൽ ഉത്തരവാദിയാ. ഗിരിയേട്ടനൊരു നല്ല ഭർത്താവല്ല, പക്ഷെ അദ്ദേഹം ഒരു നല്ല മകനാ, സുഹൃത്താ, സഹോദരനാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു അച്ഛനാവാനും കഴിഞ്ഞെന്ന് വരും. അതിനുള്ള അവസരം പോലും ഞാൻ അദ്ദേഹത്തിന് നിഷേധിച്ചു. GK പോലുള്ളവർ ഗിരിയേട്ടൻ അവകാശപ്പെട്ട സ്നേഹവും വിശ്വാസവും അമ്മുവിൽ നിന്ന് നേടുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഗിരിയേട്ടനും കുടുംബമായിട്ട് അമ്മുവിനുണ്ടാവേണ്ട ബന്ധം ഞാൻ കാരണം തകരാൻ പാടില്ല. എനിക്ക് ഗിരിയേട്ടനെ വേണ്ട, പക്ഷേ അമ്മുവിനും ഗിരിയേട്ടനും കുടുംബമൊക്കെ കൂടെ നിൽക്കാനുണ്ടാവണം. ചേച്ചി എല്ലാം തീരുമാനിച്ചെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. മോളെ, താനെന്താണോ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ വാശി കാണിക്കുന്നത്? വക്കീല് ഗിരിയേട്ടനെയും ചേച്ചിയെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. ഞാൻ 1 മണിക്കൂറിലെത്തും. നിങ്ങൾ പണി തുടങ്ങിക്കോ. ശരി. മച്ചു, അയ്യോ, എങ്ങനെയെങ്കിലും മുങ്ങിയില്ലെങ്കിൽ മഞ്ജുവിന്റെ മുന്നിൽ ഞാനാണ് GK എന്ന് പ്രതീക്ഷ പറയും. അച്ഛനെ ഒരുപാട് വിഷമിപ്പിക്കില്ല കേട്ടോ. പാട്ട് പാടിക്കൊടുക്കാം. ഇങ്ങോട്ടേ ധൃതി പിടിച്ച് ഓടുന്നെ. ഗിരിയേട്ടാ, അപ്പൊ ഇവളെയും മോളെയും കാണാൻ താല്പര്യമില്ലാതെയാണ് ഗിരിയേട്ടൻ രക്ഷപ്പെട്ടത്. അതായത് മഞ്ജുവിനോട് ഗിരിയേട്ടന് പഴയ സ്നേഹമൊന്നുമില്ല. എല്ലാം എന്റെ വഴിക്ക് വന്നു തുടങ്ങി. ആ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന ഞാൻ കരുതിയില്ല. അങ്ങനെ ചിന്തിക്കാൻ എന്താണാവോ കാരണം? അല്ല, കഴിഞ്ഞ തവണ ഇവിടെ വെച്ച് നടന്നതെല്ലാം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അഭി നമ്മളെയൊക്കെ കൊല്ലാൻ നോക്കിയതും നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ അവനെ... മതി മോള്, അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ല. ഒരു കുട്ടിയുടെ മുന്നിൽ
എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് എന്ന് ഒരു ബോധമില്ലേ? വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയാൻ പറ്റിയ കാര്യമാണല്ലോ ഒരാളെ കൊന്നത്. ഞാനെന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഡയലോഗ് അടിക്കാൻ നീ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇത് വീടിന് തീയിട്ടവൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു എന്ന് പറയുന്ന പോലെയുണ്ട്. ഗിരിയേട്ടൻ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അഭി ഞങ്ങളെ കൊല്ലുന്നത് കണ്ടിട്ട് അവനെ തീർക്കാനായിരുന്നില്ലേ നിന്റെ പ്ലാൻ? ആ അതിന് നിന്റെ അടുത്ത് തെളിവ് വല്ലതുണ്ടോ? ഉണ്ടായിരുന്നെങ്കിലേ നിന്നെ സെല്ലില് തലകീഴായിട്ട് കെട്ടിത്തൂക്കി മരണ അടി അടിച്ചാനെ. നീ ഈ കാണിക്കുന്ന നമ്പറൊക്കെ കണ്ട് ഞാൻ പേടിക്കുമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ കൈകാര്യം ചെയ്ത കുറ്റവാളികളെ വെച്ച് നോക്കുമ്പോ നീയൊക്കെ വെറും ഞാഞ്ഞൂല. ദേ എന്റെ വഴിക്ക് വന്ന് വെറുതെ പണി വാങ്ങിച്ചു കൂട്ടണ്ട. ഞാൻ നിന്റെ വഴിക്കല്ല, നീ എന്റെ വഴിക്കാ വരുന്നത്. ഗിരിയേട്ടന് എന്നെയാണ് ഇഷ്ടം എന്ന് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും അദ്ദേഹത്തിന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ? നീയും മോളും വരുന്ന കണ്ടിട്ട് ഗിരിയേട്ടൻ ഇവിടെ ഓടി രക്ഷപ്പെടുക ചെയ്തത്. ഗിരിയേട്ടനെ ഇപ്പോഴും നിനക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലേ? ഗിരിയേട്ടനുമായിട്ടുള്ള ബന്ധം എന്റെ ജീവിതത്തിലെ അടഞ്ഞൊരു അധ്യായമാണ്. എനിക്കത് വീണ്ടും തുറക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. നിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല മഞ്ജു. ഗിരിയേട്ടനെ മറന്നെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഈ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ വരുന്നത് അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മയുടെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് മാത്രം നീ പറയരുത്. അതിനേക്കാളും വലിയ തമാശ ഉണ്ടാവില്ല. നീ നാട് വിട്ടു പോയതിന്റെ വിഷമത്തിലാ അമ്മ കിടപ്പിലായത്. പേരക്കുട്ടിയെ കാണണമെന്ന് അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് അറിയാവുന്ന നിനക്ക് എങ്ങനെ അങ്ങനൊരു ക്രൂരത ചെയ്യാൻ തോന്നിയത്? എന്നിട്ട് വലിയ നന്മമരമായിട്ട് അഭിനയിക്കുന്നു. അമ്മ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ പോയില്ലേ? കഴിഞ്ഞ 5 വർഷമായിട്ട് അമ്മയെ പൊന്നുപോലെ നോക്കിയതേ ഞാനാ. എന്നിട്ടിപ്പോ നീ മോളുടെ കൂടെ അമ്മയെ കാണാൻ വരുമ്പോ നിന്നെ തലയിലെടുത്ത് വെക്കണോ ഞാൻ? അമ്മയ്ക്ക് സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനില്ലാത്ത സാഹചര്യത്തിൽ നീ അമ്മയെ നോക്കിയത് വലിയ കാര്യം തന്നെയാണ്. ഇതൊക്കെ അറിയാമെങ്കിലേ ഇനിയെങ്കിലും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരുന്നത് നിർത്തിക്കൂടെ? ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത് ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാനും ഈ കുടുംബം തകരാനും അമ്മ ഈ അവസ്ഥയിലാവാനും എല്ലാത്തിനും കാരണക്കാരി നീയാണ്. നിന്നെ ഈ വീട്ടിൽ കയറ്റിയതാ ഞാൻ ചെയ്ത തെറ്റ്. നിന്നെ ഈ വീടിന്റെ പടി കയറ്റരുതെന്ന് അമ്മ എനിക്ക് താക്കീത് നൽകിയതായിരുന്നു. അന്ന് ഞാനത് കേൾക്കാത്തതിലാ എനിക്ക് കുറ്റബോധം. നീ അമ്മയെ നന്നായിട്ട് നോക്കുന്നോണ്ട് മാത്രമാ ഞാൻ നിന്നെ ലക്ഷ്യം വെക്കാത്തത്. ഇല്ലെങ്കിൽ എന്റെ കുടുംബം തകർത്തതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഗിരിയേട്ടൻ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് നിന്നെ പേടിക്കേണ്ട കാര്യവുമില്ല. അമ്മ ഇത്രയും കാലം നന്നായി നോക്കാൻ അറിയാമെങ്കിൽ ഇനിയും എനിക്കതിന് സാധിക്കും.